നവീകരണത്തിന് 90 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ സർക്കാരിന് സമർപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള MLA പറഞ്ഞു. സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള പയ്യനാട് സ്റ്റേഡിയം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MLA. സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാരിന്റെ സഹായം തേടും. ആദ്യഘട്ടത്തിൽ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കും. സ്റ്റേഡിയത്തിന് സമീപത്തുള്ള കുട്ടികൾക്ക് സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള MLA പറഞ്ഞു. ഗാലറി, പവലിയൻ നിർമ്മാണം, ബോയ്സ് ഗേൾസ് ഹോസ്റ്റൽ, സ്വിമ്മിംഗ് പൂൾ, മാർഷൽ ആർട്സ് ആൻഡ് ജിംനാസ്റ്റിക് സെന്റർ, ഔട്ട്ഡോർ കോർട്ട്, ഇൻഡോർ സ്റ്റേഡിയം, മൾട്ടിപർപ്പസ് പ്രാക്ടീസ് ഗ്രൗണ്ട്, സിന്തറ്റിക് ട്രാക്ക് കോമ്പൗണ്ട് വാൾ, ഇന്റേണൽ ഡ്രൈനേജ്, സബ്സ്റ്റേഷൻ, ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വൈദ്യുതീകരണം, ഓവർഹെഡ് വാട്ടർ ടാങ്ക്, ലാൻഡ്സ്കേപ്പിംഗ്, സ്പോർട്സ് എക്യുപ്മെന്റ്സ്, ഇന്റീരിയർ, ഫർണിച്ചർ, റൈഫിൾ ഷൂട്ടിംഗ് റേഞ്ച് തുടങ്ങി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് 90 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, നഗരസഭാ ചെയർമാൻ വല്ലാഞ്ചിറ അബ്ദുൾ മജീദ്, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബീന ജോസഫ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിസ്വാന സാദിഖ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ റഷീദ് ബാബു, കേരള സ്പോർട്സ് കൗൺസിൽ പ്രതിനിധി A. ശ്രീകുമാർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി അർജുൻ, എക്സിക്യൂട്ടീവ് മെമ്പർ KV അൻവർ, APA ലിയാഖത്ത് അലി, സ്പോർട്സ് ഓഫീസർ മുരുകരാജു തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ A. ശ്രീകുമാർ പദ്ധതികൾ വിശദീകരിച്ചു. സ്റ്റേഡിയത്തിലെ ഗാലറി കപ്പാസിറ്റി 25,000-ൽ നിന്നും 50,000 ആക്കി ഉയർത്താൻ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കൽ, അന്താരാഷ്ട്ര നീന്തൽക്കുളം നിർമ്മിക്കൽ, സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണം തുടങ്ങി പല വികസന പ്രവർത്തനങ്ങളും വിശദമായി അവതരിപ്പിച്ചു. ഗാലറി കപ്പാസിറ്റി കൂട്ടൽ ആദ്യഘട്ടത്തിലും മറ്റു പദ്ധതികളെല്ലാം ഘട്ടം ഘട്ടമായും പൂർത്തീകരിക്കുമെന്ന് MLAയും ജില്ലാ കളക്ടറും ഉറപ്പു നൽകി. വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ സ്പോർട്സ് മന്ത്രിയോട് സ്ഥലം സന്ദർശിക്കാൻ ആവശ്യപ്പെടുമെന്ന് MLA അറിയിച്ചു. നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ച് സ്റ്റേഡിയത്തിന്റെ മുൻപിലുള്ള ജംഗ്ഷനിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുമെന്ന് MLA ഉറപ്പു നൽകി. ചെങ്ങണ പിലാക്കൽ റോഡിൽ നിന്നും തുടങ്ങി സ്റ്റേഡിയത്തിലേക്ക് അക്വയർ ചെയ്യപ്പെട്ട സ്ഥലത്തിലൂടെ 8 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് MLAയും മുനിസിപ്പൽ ചെയർപേഴ്സണും ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.